ഇന്ത്യൻ പ്രത്യാക്രമണം കടുക്കുന്നതിനിടെ പാകിസ്ഥാനെ വലച്ച് ആഭ്യന്തര ആക്രമണങ്ങളും. പാകിസ്ഥാൻ സുരക്ഷാ സേനയ്ക്കെതിരായ ആക്രമണം ബലൂച്ച് ലിബറേഷൻ ആർമി ശക്തമാക്കി. പടിഞ്ഞാറൻ പ്രവിശ്യയായ ബലൂചിസ്ഥാന്റെ ചില ഭാഗങ്ങളിൽ വിമത സംഘം നിയന്ത്രണം ഏറ്റെടുത്തതായാണ് റിപ്പോർട്ട്. പാകിസ്ഥാൻ പതാക താഴെ ഇറക്കി വിമത സംഘത്തിന്റെ പതാക ഉയർത്തുന്ന ചിത്രങ്ങളും വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ബലൂച്ച് സ്വതന്ത്ര അനുകൂല ഗ്രൂപ്പുകൾ പാകിസ്ഥാൻ സുരക്ഷാ സേനയ്ക്കെതിരെ വ്യാഴാഴ്ച സംഘടിത ആക്രമണം നടത്തിയിരുന്നു. ഓപ്പറേഷൻ സിന്ദൂരിന്റെ ഭാഗമായി ഭീകര ക്യാമ്പുകളിൽ ഇന്ത്യ നടത്തിയ ആക്രമണത്തോട് പ്രതികരിക്കുന്നതിൽ സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന സമയത്താണ് വിമതർ ആക്രമണം ശക്തമാക്കിയത്. ക്വറ്റയിലെ ഫൈസാബാദ്, ഇസ്ലാമാബാദിലെ സിബി സൈനിക ക്യാമ്പ് എന്നിവിടങ്ങളിൽ ബലൂച്ച് വിമതർ പാക് സൈന്യത്തിനെതിരെ ആക്രമണം നടത്തി. പാകിസ്ഥാൻ സുരക്ഷാ സേന ക്വറ്റയിലുടനീളം സ്ഫോടനങ്ങളും തീവ്രമായ വെടിവെപ്പുകളും നടന്നതായി റേഡിയോ സുംബ്രഷ് റിപ്പോർട്ട് ചെയ്തു. വ്യാഴാഴ്ച കെച്ച്, മസ്തങ്, കാച്ചി എന്നിവിടങ്ങളിൽ 6 വ്യത്യസ്ത ആക്രമണങ്ങളാണ് ബലൂച്ച് ലിബറേഷൻ ആർമി നടത്തിയത്. പാകിസ്ഥാന്റെ ഗ്യാസ് പൈപ്പ് ലൈനുകൾ, വിഭവ ഗതാഗത വാഹനങ്ങൾ തുടങ്ങിയ നിർണായക അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ലക്ഷ്യം വെച്ചാണ് BLA ആക്രമണം നടത്തുന്നത്. പാകിസ്ഥാൻ പെട്രോളിയം ലിമിറ്റഡ് നടത്തുന്ന 100-ലധികം വാതക കിണറുകൾ സ്ഥിതി ചെയ്യുന്ന തേരാ ബുക്തിയിലെ വാതക നിലയത്തിലും ആക്രമണമുണ്ടായി. ബലൂച്ച് ജനത സംഘം പതാകകൾ ഉയർത്താനും പാകിസ്ഥാൻ പതാകകൾ പിൻവലിക്കാനും തുടങ്ങിയിരിക്കുന്നു. ലോകരാജ്യങ്ങൾ നയതന്ത്ര ദൗത്യങ്ങൾ പാകിസ്ഥാനിൽ നിന്നും പിൻവലിച്ച് പുതുതായി ഉയർന്നു വരുന്ന ബലൂചിസ്ഥാനിലേക്ക് മാറ്റേണ്ട സമയമായി. പാകിസ്ഥാന്റെ വിട ബലൂചിസ്ഥാനിലേക്ക് സ്വാഗതം എന്നായിരുന്നു ബലൂച്ച് എഴുത്തുകാരൻ മിയാർ ബലൂച്ച് എക്സിൽ പോസ്റ്റ് ചെയ്തത്. പാകിസ്ഥാൻ സർക്കാരിനും സൈന്യത്തിനും ബലൂചിസ്ഥാൻ പ്രവിശ്യയുടെ നിയന്ത്രണം നഷ്ടപ്പെടുകയാണെന്നും മുൻ പ്രധാനമന്ത്രി ഷാഹിദ് ഖഖാൻ അബ്ബാസി പറഞ്ഞിരുന്നു. മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്കും മന്ത്രിമാർക്കും സുരക്ഷാ അകമ്പടി ഇല്ലാതെ ബലൂചിസ്ഥാനിൽ സഞ്ചരിക്കാൻ കഴിയില്ലെന്ന് അബ്ബാസി ചൂണ്ടിക്കാട്ടി. ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യം 1500 പേരുടെ മാത്രം പ്രശ്നമാണെന്നാണ് പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീർ അവകാശപ്പെടുന്നത്. പ്രവിശ്യയിൽ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന വിമത പോരാട്ടങ്ങൾക്ക് പാക് സർക്കാർ ഇന്ത്യയാണ് കുറ്റപ്പെടുത്തുന്നത്. ബലൂചിസ്ഥാൻ വിമോചന പോരാട്ടത്തിന്റെ പല ഘട്ടങ്ങൾക്കും പാകിസ്ഥാൻ സാക്ഷ്യം വഹിച്ചിട്ടുണ്ടെങ്കിലും സമീപ ദശകങ്ങളിലെ ഏറ്റവും ദൈർഘ്യമേറിയ ചെറുത്തുനിൽപ്പുകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടക്കുന്നത്. പാകിസ്ഥാനിലെ ഏറ്റവും വലുതും ധാതുസമ്പന്നവും എന്നാൽ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ളതുമായ പ്രവിശ്യയാണ് ബലൂചിസ്ഥാൻ. സാമ്പത്തിക അരികവൽക്കരണം, വിഭവ ചൂഷണം, മനുഷ്യാവകാശ ലംഘനങ്ങൾ എന്നിവയ്ക്കെതിരെ പതിറ്റാണ്ടുകളായി ബലൂച്ച് ജനത സായുധവും സമാധാനപരവുമായ പോരാട്ടം നടത്തിവരികയാണ്. BLAയുടെ നേതൃത്വത്തിൽ പാകിസ്ഥാൻ സുരക്ഷാ സേനയ്ക്കും ചൈനീസ് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിന്റെ ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങൾക്കും നേരെയും ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. നിർബന്ധിത തിരോധാനങ്ങളും നിയമവിരുദ്ധമായ കൊലപാതകങ്ങളും ഉൾപ്പെടെയുള്ള ശക്തമായ തന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് പാകിസ്ഥാൻ സൈന്യം ബലൂച്ച് ആർമിക്കെതിരെ പ്രതികരിക്കുന്നത്. ഇതിനിടെ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ തെഹ്രീകെ ഇൻസാഫ് പാർട്ടി പ്രവർത്തകർ സർക്കാരിനെതിരെ തെരുവിലിറങ്ങി. ലാഹോറിൽ ആയിരക്കണക്കിന് പാർട്ടി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വൻ പ്രകടന റാലി നടന്നു. ഇമ്രാൻഖാനെ മോചിപ്പിക്കണമെന്നായിരുന്നു ആവശ്യം. എന്നാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സിന്ധു ജല കരാറിൽ ഇടപെടില്ലെന്ന് വ്യക്തമാക്കി ലോകബാങ്ക്. സിന്ധു, ഝലം, ചെനാബ് എന്നീ നദികളിലെ ജലം പങ്കിടുന്നതിനായി 1960-ൽ ഇന്ത്യയും പാകിസ്ഥാനും ഒപ്പുവെച്ച ഉടമ്പടിയിൽ ഒരു സഹായി എന്നതിനപ്പുറം ഏജൻസിക്ക് യാതൊരു പങ്കും വഹിക്കാനാകില്ലെന്ന് ലോകബാങ്ക് പ്രസിഡന്റ് അജയ് ബംഗ പറഞ്ഞു. ലോകബാങ്ക് ഇടപെട്ട് പ്രശ്നം പരിഹരിക്കുമെന്ന തരത്തിലുള്ള പ്രചരണം ശരിയല്ലെന്നും ബംഗ വ്യക്തമാക്കി. കരാറിൽ ലോകബാങ്കും കക്ഷിയായി ഒപ്പുവെച്ചിരുന്നു. അജയ് ബംഗ ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ചയും നടത്തി. എന്നാൽ സിന്ധു നദിയുടെ 6 പോഷക നദികളിലെ ജലം എങ്ങനെ പങ്കിടണമെന്നത് നിർണ്ണയിക്കുന്ന കരാറിൽ നിന്നും പിന്മാറുമെന്നാണ് ഇന്ത്യ പ്രഖ്യാപിച്ചത്. പാകിസ്ഥാൻ അവകാശമുള്ള നദികളിലെ ജലം കൃഷിക്കും വൈദ്യുത പദ്ധതികൾക്കും ഉപയോഗിക്കാമെങ്കിലും വെള്ളത്തിന്റെ ഒഴുക്ക് തടയാനാവില്ല. പാകിസ്ഥാന്റെ അനുമതിയോടെ മാത്രമേ നദികൾക്ക് കുറുകെയുള്ള ഏത് പദ്ധതിയും നടപ്പാക്കാൻ കഴിയൂ. കരാറിൽ നിന്നും പിന്മാറുന്നതിലൂടെ വ്യവസ്ഥ പ്രകാരമുള്ള എല്ലാ നടപടികളും നിർത്തിവെക്കാനാണ് നീക്കം. എന്നാൽ ഇന്ത്യയുമായി തുടരുന്ന സംഘർഷങ്ങൾ പാകിസ്ഥാൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉയർത്തുന്നത് ഗുരുതര ഭീഷണിയാണ്. അന്താരാഷ്ട്ര നാണയനിധിയിൽ നിന്നുള്ള സാമ്പത്തിക സഹായ പദ്ധതിക്കും നിലവിലെ സംഘർഷം തടസ്സം സൃഷ്ടിച്ചേക്കാം. ഇന്ത്യ അപേക്ഷിച്ച് പാകിസ്ഥാന് തുടർച്ചയായ സൈനിക ഇടപെടലിന്റെ അനന്തരഫലങ്ങൾ സാമ്പത്തികമായി വളരെ ദോഷകരമാകുമെന്നും മൂഡീസ് റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. GDP കണക്കുകളിൽ ഇന്ത്യ ലോകത്തിലെ 5ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാണ്. ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥ കൂടിയാണിത്. എന്നാൽ ലോകത്തിലെ ഏറ്റവും മികച്ച 40 സമ്പദ് വ്യവസ്ഥകളിൽ പോലും പാകിസ്ഥാൻ ഇടം നേടിയിട്ടില്ല. 2023-ൽ പാകിസ്ഥാൻ പാപ്പരത്വത്തിന്റെ വക്കിലായിരുന്നു.
IMF, ലോകബാങ്ക്, ചില സൗഹൃദ രാജ്യങ്ങൾ എന്നിവയുടെ സഹായമാണ് പൂർണ്ണ തകർച്ചയിലേക്ക് വീഴാതെ പാകിസ്ഥാനെ പിടിച്ചു നിർത്തിയത്. 2024 ഡിസംബർ വരെ പാകിസ്ഥാന്റെ വിദേശ കടം $131 ബില്യൺ അധികമാണ്. വിദേശ നാണ്യ കരുതൽ ശേഖരം ഏകദേശം $10 ബില്യൺ ആണെന്നും കണക്ക്. പ്രധാന സാമ്പത്തിക സൂചകങ്ങളായ GDP വളർച്ച, വിദേശ നാണ്യ കരുതൽ ശേഖരം, ഓഹരി വിപണി മൂലധനം, പണപ്പെരുപ്പം എന്നിവയുടെ വിലയിരുത്തലും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ആശങ്കാജനകമാണ്. പാകിസ്ഥാനേക്കാൾ 10.5 മടങ്ങ് കൂടുതലാണ് ഇന്ത്യയുടെ GDP. ഫോറക്സ് കരുതൽ ശേഖരമാകട്ടെ 35.52 മടങ്ങാണ്. 1960-ലെ സിന്ധു നദീജല കരാർ ഇന്ത്യ താൽക്കാലികമായി നിർത്തിവെച്ചതിനു ശേഷം ഏകദേശം 40% തൊഴിലാളികളും ഉൾപ്പെടുന്ന കാർഷിക മേഖലയ്ക്ക് കാര്യമായ തടസ്സങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. തുടർച്ചയായ രാഷ്ട്രീയ പ്രക്ഷുബ്ധതകളും 2022-ലെ വെള്ളപ്പൊക്കത്തിന്റെ അനന്തരഫലങ്ങളും പാക് സമ്പദ്സ്ഥിരതയെ കൂടുതൽ അപകടത്തിലാക്കി. പാകിസ്ഥാനിൽ നിന്നുള്ള എല്ലാ ഇറക്കുമതികളും ഇന്ത്യ നിരോധിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ നിലവിൽ ആശ്രയിക്കുന്ന IMF വായ്പാ പദ്ധതി വെട്ടിക്കുറയ്ക്കാനുള്ള നീക്കങ്ങളാണ് ഇന്ത്യ നടത്തുന്നത്. $2 ബില്യൺ കടം തിരിച്ചടവ് ഉൾപ്പെടെയുള്ള സാമ്പത്തിക സഹായങ്ങൾ ചൈനയെ കൂടുതൽ ആശ്രയിക്കുന്നതിന് സാഹചര്യമൊരുക്കും. ഇത് പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള, പ്രത്യേകിച്ച് അമേരിക്കയുമായുള്ള അവരുടെ ബന്ധത്തെ വഷളാക്കിയേക്കാമെന്ന് ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. സമ്പദ്വ്യവസ്ഥ നിലനിൽക്കുമെന്ന് ഉറപ്പാക്കാൻ വലിയ സംഘർഷങ്ങൾ ഒഴിവാക്കുന്നതിന് പാകിസ്ഥാൻ മുൻഗണന നൽകണമെന്നാണ് നിലവിലെ സാഹചര്യങ്ങൾ നൽകുന്ന മുന്നറിയിപ്പ്.